ആറ്റുകാൽ പൊങ്കാല ദിവസം കെഎസ്ആർടിസിക്ക് 62 ലക്ഷം രൂപയുടെ വരുമാന നഷ്ടം. തീർത്ഥാടകരുടെ സൗകര്യത്തിനായി പ്രത്യേക സർവീസുകൾ നടത്തിയതാണ് നഷ്ടത്തിൽ കലാശിച്ചതെങ്കിലും സർക്കാരിന്റെ ഭാഗത്തുനിന്ന് പ്രത്യേക സഹായമൊന്നും കോർപ്പറേഷന് ലഭിക്കാറില്ല. സൗജന്യ യാത്രകളും കെഎസ്ആർടിസിക്ക് വൻ ബാധ്യത വരുത്തിവെക്കുന്നു. ആറ്റുകാൽ പൊങ്കാല ദിവസമായിരുന്ന മാർച്ച് 11-ന് 4,67,36,901 രൂപയാണ് കെഎസ്ആർടിസിയുടെ വരുമാനം. ജനറൽ ബസ്സുകളിൽ നിന്ന് 38,25,231 രൂപ ലഭിച്ചു. തലയാഴ്ച അതേ ദിവസം 5,29,56,847 രൂപയായിരുന്നു വരുമാനം. വരുമാനത്തിലെ വ്യത്യാസം 62,19,946 രൂപ. തലയാഴ്ച 4,680 ഷെഡ്യൂളുകൾ പ്രവർത്തിച്ചെങ്കിൽ പൊങ്കാല ദിവസം 4,692 ഷെഡ്യൂളുകൾ ഉണ്ടായിരുന്നു. തിരുവനന്തപുരത്തെ എല്ലാ ഡിപ്പോകളിലും അന്ന് വരുമാനക്കുറവുണ്ടായി. തെക്കൻ കേരളത്തിൽ നിന്നാണ് കൂടുതൽ സർവീസുകൾ പൊങ്കാലയ്ക്കായി പ്രവർത്തിച്ചതെന്നിരിക്കെ മിക്കയിടത്തും വരുമാനത്തിൽ ഗണ്യമായ കുറവാണ് ഉണ്ടായത്. തിരുവനന്തപുരം നഗരത്തിൽ തിരക്ക് മൂലം സർവീസുകൾ പതുപോലെ പ്രവർത്തിക്കാൻ കഴിയാഞ്ഞതാണ് വരുമാനക്കുറവിന് ഒരു കാരണം. എന്നാൽ മുഖ്യ കാരണം പൊങ്കാല പ്രത്യേക സർവീസുകളാണ്. രാവിലെയും വൈകിട്ടും ആളുകളെ എത്തിച്ച ശേഷം പല ബസ്സുകളും കാലിയായാണ് മടങ്ങിയത്. സേവനമെന്ന നിലയിൽ കെഎസ്ആർടിസി തീർത്ഥാടകർക്ക് വലിയ ആശ്വാസമാണെങ്കിലും സർക്കാർ ഭാഗത്തു നിന്നും കാര്യമായ സഹായമുണ്ടാകാത്തത് ജീവനക്കാരിൽ അതൃപ്തിക്ക് കാരണമാണ്. സമാനമായ രീതിയിൽ സേവനം നടത്തുമ്പോഴൊക്കെ അത് കോർപ്പറേഷന് ബാധ്യതയാകാറുണ്ടെങ്കിലും നഷ്ടത്തിന് കാരണം തേടുന്നവർ ഇക്കാര്യങ്ങൾ ശ്രദ്ധിക്കാറില്ലെന്നാണ് തൊഴിലാളി സംഘടനകളുടെയും പരാതി. സൗജന്യ യാത്രകൾക്കായി കഴിഞ്ഞ വർഷം മാത്രം കെഎസ്ആർടിസി ചെലവഴിച്ചത് 225.79 കോടിയാണ്. പ്രദീപ് സി നെടുമൺ, ന്യൂസ് 18, തിരുവനന്തപുരം.